കേരളത്തിൽ ലോകാടിസ്ഥാനത്തിൽ എങ്ങനെ ചിന്തിച്ചാലും മുസ്ലിം സൊസൈറ്റിയിൽ ആത്മഹത്യ ഇല്ല എന്ന് പറയാൻ പറ്റും വിധം വിരളായിരുന്നു ഇതുവരെയും. അങ്ങനെയാണ് ലോകത്തുള്ള കണക്ക്. മുസ്ലിം രാജ്യങ്ങളിലാണ് ആത്മഹത്യ വളരെ 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 കുറവ്. വെറുതെ പറയണതല്ല. ആത്മഹത്യയെക്കുറിച്ച് മനോഹരമായൊരു ഗ്രന്ഥമുണ്ട്, കോട്ടയത്ത് DC ബുക്സ് പുറത്തിറക്കിയത്. മലയാളികൾ ഇങ്ങനെ മരിക്കണമെന്ന് അതിൻ്റെ പേര്. മുൻ പോലീസ് ഓഫീസർ സിബി മാത്യു ആണ് അത് രചിച്ചത്. അദ്ദേഹം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്ന പേരിൽ അതിലൊരു ഹെഡിങ് തന്നെ കൊണ്ടുവരുന്നുണ്ട്. പണ്ടേതൊരു പോഴത്തക്കാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. മൂപ്പര് അതിൻ്റെ നേരെ നെഗറ്റീവ് വശമാണ് ചർച്ച ചെയ്യുന്നത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല. അദ്ദേഹം ആ ലേഖനത്തിൽ സമർത്ഥിക്കുന്നത് മലപ്പുറം ജില്ലയിൽ കുറേയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട് കുറേയൊക്കെ ആത്മഹത്യ വളരെ കുറവാണെന്നാണ്. ലോകാടിസ്ഥാനത്തിലും അതാണ് കണക്ക്. മനുഷ്യൻ ഏറ്റവും നല്ല സന്തോഷം അനുഭവിക്കുന്ന നാടുകൾ എന്ന രീതിയിൽ എല്ലാ വർഷവും ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിൽ നിൽക്കുന്ന കുറേ നാടുകളുണ്ട്. സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ പോലെയുള്ള യുക്തിവാദികൾക്ക് ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറയപ്പെടുന്ന നാടുകൾ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. ഹാപ്പിനെസ് ഇൻഡെക്സിൽ അവർ മേലെയാണ്, സന്തോഷത്തിൻ്റെ സൂചികയിൽ അവർ മേലെയാണ്, ആത്മഹത്യ ഏറ്റവും കൂടുതലുണ്ട്. ഇതെങ്ങനെ വൈരുദ്ധ്യം എന്നുള്ളത് നമുക്ക് പൂരിപ്പിക്കാൻ കഴിയില്ല. സംഭവം എങ്ങനെയാണ് ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത്, അവിടെയാണ് ഇതിൻ്റെ വിഷയം. അതൊന്നും വേദിയിൽ വിശദീകരിക്കണം എന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സൂചന മാത്രം ഞാൻ പറയാം. ഇഷ്ടംപോലെ മദ്യം കിട്ടുന്നുണ്ടോ? ആ കിട്ടുന്നുണ്ട്. ഏത് പെണ്ണിനേറ്റും നിനക്ക് സെക്സ് നടത്താൻ പറ്റുന്നുണ്ടോ? ആ പറ്റുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് നല്ല സന്തോഷമാണല്ലേ? ആ നല്ല സന്തോഷമാണ്. ഇതാണ് ഹാപ്പിനെസ് ഇൻഡെക്സ്. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ കുത്തിമറിയുന്നു, പരിഹാരം ആത്മഹത്യയിൽ ഒതുങ്ങുന്നു. അപ്പൊ ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുകളിൽ നിൽക്കുന്ന സ്വീഡനിൽ, നോർവേയിൽ, ഡെൻമാർക്കിൽ ആത്മഹത്യയും മുന്നിൽ നിൽക്കുന്നു. എന്നാൽ ഏറ്റവും കുറവ് ആത്മഹത്യ നടക്കുന്നത് മുസ്ലിം സമൂഹങ്ങൾ കൂട്ടമായി ജീവിക്കുന്നിടങ്ങളിലാണ്. കേരളത്തിൽ തന്നെയും മലപ്പുറം ജില്ലയിലാണ്. ഞാൻ പറഞ്ഞല്ലോ സുബി മാത്തുവിന്റെ പുസ്തകം. അതിന്റെ മാറ്റം വരുന്നു. എന്തുകൊണ്ട്? പതിയെ പതിയെ ലിബറൽ ചിന്തകൾ ഈ സമൂഹത്തെയും ബാധിക്കുന്നു. ജീവിതം എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാനുള്ളതാണെന്ന് വിചാരിക്കുന്നു. ആർഭാടത്തോടുകൂടെ ജീവിക്കണം. അതിന് പറ്റും വിധത്തിലുള്ള ജീവിതക്രമം തിരഞ്ഞെടുക്കണം. കുറേ സഹോദരിമാർ ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ട്. കേരളം ഒരു 10 വർഷം കൊണ്ട് അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും മാരകമായൊരു വിപത്ത് പെണ്ണുകെട്ടൽ നടക്കൂല എന്നതാണ്. ഇപ്പോൾ തന്നെ 30% യുവതികൾക്ക് കല്യാണത്തിനോട് താല്പര്യമില്ല എന്നുള്ളതാണ്. കല്യാണത്തിനോട് താല്പര്യമില്ല. പിന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതിന് പണം വേണം, ജോലി വേണം. ജോലി ചെയ്തിട്ട് പണം നേടണം. ആരെയും ആശ്രയിക്കാതെ പിടിച്ചിരിക്കാൻ പറ്റണം. ഈ ആശ്രയിക്കൽ എന്ന് പറഞ്ഞാൽ അത്ര മോശം പരിപാടിയൊന്നുമല്ല. ആരെങ്കിലും ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരിക. ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നു. സാമ്പത്തിക രംഗത്ത് ഭർത്താവിനെ ആശ്രയിക്കുന്നുവെങ്കിൽ വീടകവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഈ ഭർത്താവ് ഭാര്യയെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ്. കുറച്ച് കാശ് വേണമെന്നുണ്ടെങ്കിൽ ഭാര്യനോട് ചോദിക്കണം, എവിടെ എൻ്റെ പേന എന്നുള്ളത് അവരോട് ചോദിക്കണം. ഞാൻ വായിച്ചുകൊണ്ടിരുന്നൊരു പുസ്തകം ഉണ്ടല്ലോ, എവിടെ നീ വെച്ചു എന്നുള്ളത് അറിയണേൽ അവരോട് ചോദിക്കണം. കുറേയേറെ വിഷയത്തിൽ ആശ്രയിക്കുന്നു. അല്ലെങ്കിലും ആരെയും ആശ്രയിക്കാതെ ഒരു ശനം എങ്ങനെ ജീവിക്കാൻ പറ്റുക? എന്നിട്ട് ആരൊക്കെയോ പറഞ്ഞ് പ്രലോഭിച്ച കാരണം എനിക്ക് ജോലി വേണം, എനിക്ക് പണം സ്വന്തമായി വേണം, ആരെയും ആശ്രയിക്കാതെ ഞാനിങ്ങനെ വളരെ കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കും എന്ന് തീരുമാനിച്ചിരിക്കുന്നു 30% യുവതികൾ. ഇതിൻ്റെ ഭാഗമാണ് പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിലേക്ക് വരുന്നത് യുവതികളും പെൺകുട്ടികളുമാണ് എന്ന പഠനം പുറത്തു വരുന്നത്. ഇതിൻ്റെ ഭാഗമാണ് മലബാർ മേഖലയിൽ നിന്ന് പഠിക്കാനും ജോലിക്കും എറണാകുളത്തും മറ്റും പോയവരെ കൊണ്ട് പുറത്തിറങ്ങാൻ, ഫാമിലിയുമായി പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്ന് എറണാകുളത്തെ വ്ളോഗർക്ക് എഴുതേണ്ടി വരുന്നത്. ഫാമിലിയുമായി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എന്താ കാര്യം? ഇവിടുന്നൊക്കെ പഠിക്കാനും ജോലി ചെയ്യാനും വരുന്ന സ്ത്രീജനങ്ങളുടെ പരസ്യമായ കൂത്താട്ടം കൊണ്ട് നമ്മളെ കൂത്താടിപ്പിക്കേണ്ടതും നമ്മുടെ പാവനാടകത്തിൽ അഭിനയിപ്പിക്കേണ്ടതും കുറെ ആളുകളുടെ ആവശ്യമാണ്. അപ്പൊ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് എനിക്കും വേണ്ട കല്യാണം എന്ന് തീരുമാനിക്കുകയാണ്. അപ്പയും ഉമ്മയും എത്ര അധ്വാനിച്ചാലും സ്ത്രീയുടെ സമ്മതം കിട്ടൂല. ഇനി എങ്ങാനും അവരൊന്ന് സമ്മതിച്ചാൽ തന്നെയും എന്തെങ്കിലുമൊക്കെ കുനുറ്റു പറഞ്ഞിട്ട് കല്യാണം മുടക്കും.
നീളം കൂടുതലാണ്, വണ്ണം കൂടുതലാണ്, നിറം കുറവാണ്, വിദ്യാഭ്യാസം ഇല്ല, ആളുടെ PG എന്ന് പറഞ്ഞാൽ ആർട്സ് വിഷയത്തിലാണ്, ഞാൻ സയൻസാണ്, കൊമേഴ്സാണ്, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കല്യാണം മുടക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ PhDക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, PhD കിട്ടിയിട്ട് വേണം കല്യാണം കഴിക്കാൻ. ഇതൊക്കെ ഒരു ദീർഘ അവധി വെക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് PhD ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ, അപ്പോൾ അവർക്ക് ജീവിക്കണ്ടേ? ജീവിക്കാൻ അവർക്ക് പണമുണ്ട്. പണം കൊണ്ട് നേടാനാവാത്തതൊന്നുമില്ല എന്നവരെ ഈ കാലം പഠിപ്പിച്ചിരിക്കുന്നു. യൂറോപ്പിന് പഠിക്കുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ. അവിടെയാണ് ഈ ആത്മീയ സ്ഥാപനങ്ങളുടെ പ്രസക്തി, ആത്മീയമായ യോഗങ്ങളുടെ പ്രസക്തി. ദർസിനെ കുറിച്ചും മദ്രസിനെ കുറിച്ചും നമ്മൾ പിന്നെയും പിന്നെയും പറയേണ്ടി വരുന്നത്. ദർസിന്റെ ഇതുപോലെയുള്ള വേദികളിലേക്ക്, സ്വലാത്തിന്റെ കുതുബിയത്തിന്റെ വേദികളിലേക്ക് ഫാമിലിയിലെ എല്ലാവരെയും കൂട്ടി നമ്മളാകുന്ന രക്ഷിതാക്കളൊക്കെ പോരേണ്ടി വരുന്നത്. യൂറോപ്പിന് പഠിക്കുകയാണ്. അവിടെ ഇപ്പോൾ അങ്ങനെ പ്രത്യേകമായിട്ട് ഒരു ഭർത്താവും പ്രത്യേകമായിട്ട് ഒരു ഭാര്യയൊന്നും ഉണ്ടാവലില്ല. ഇതിനാണ് ലിവിങ് ടുഗദർ എന്ന് പറയാം. ഇപ്പൊ അവിടുന്ന് മാറിയെന്നാണ്. ഞാൻ ഇന്ന് രാവിലെ വായിച്ചൊരു ലേഖനമുണ്ട്, അവിടുന്ന് മാറിയെന്നാണ്. ഞാനതോടെ വിശദീകരിക്കണില്ല, നിങ്ങളൊക്കെ എവിടുന്നേലും വായിച്ചിട്ടാവുമ്പോൾ മതി. കാര്യം ഏതെങ്കിലും ഇന്നെ കേൾക്കുന്ന ഒരാൾക്ക് അബദ്ധത്തിൽ അത് കൊള്ളാമെന്ന് തീരുമാനിച്ചാലോ, പിന്നെ എല്ലാവരും അത് അറിയണ സ്ഥിതിക്ക് പിന്നെ നമ്മൾ വിമർശിക്കാൻ പറഞ്ഞേക്കും. ലിവിങ് ടുഗദർ, ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച് കുറച്ചു കാലം ജീവിക്കുക. അവന് ഇവൾക്കും വേണ്ടാന്ന് തോന്നുമ്പോഴോ, ഏതെങ്കിലും ഒരാൾക്ക് വേണ്ട തോന്നുമ്പോഴോ ഇട്ടെറിഞ്ഞു പോവുക. എന്നിട്ട് വേറൊരുത്തയെ പിടിക്കുക, ഇവൻ വേറൊരുത്തനെ പിടിക്കുക. 10,000 മെമ്പർമാരുള്ള ഹൗസ് ഹെൽപ്പിംഗ് ഗ്രൂപ്പിനെയാണ് കഴിഞ്ഞ വർഷം പോലീസ് കണ്ടെത്തിയത്. ഭാര്യമാരെ വെച്ചു മാറുന്നോർ സാംസ്കാരികതയിൽ മുന്നിൽ നിൽക്കുന്നുവെന്ന് നമ്മൾ നഗളിക്കുന്ന കേരളത്തിൽ 10,000. ഒരൊറ്റ കേസ് മാത്രമാണ് അത് സംബന്ധമായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി മൊത്തവും നിലവിലില്ലാതെ ആവിയായിപ്പോയി. എന്തേ സംഭവം? ഇവരുടെയൊക്കെ പ്രലോഭനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി ഇന്ത്യൻ നിയമവ്യവസ്ഥയിലുണ്ടായിരുന്ന IPC 377 അന്നേക്ക് നിരോധിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിലാണ് ബലാത്സംഗം പാടില്ലെന്ന് പറയുന്നത്, വ്യഭിചാരം പാടില്ലെന്ന് പറയുന്നത്, ലെസ്ബിയൻ ഗേ ലൈംഗിക ബന്ധങ്ങൾ പാടില്ലെന്ന് പറയുന്നത്. അത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പരാതി ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാൻ പറ്റുള്ളൂ. ഈ ഭാര്യമാരെ വെച്ചുമാറുന്ന 10,000 ആളുകളിൽ ചുരുങ്ങിയത് 5,000 ആണുങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരു പെണ്ണിന് മാത്രമേ അത് പാടില്ല എന്ന് തോന്നിയിട്ടുള്ളൂ. അവൾ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ബാക്കിയുള്ള മൊത്തം ആ കേസ് തള്ളിപ്പോകുന്നു. പോലീസ് ഒന്നിച്ച് കൊട്ടക്കെടുത്ത കേസ് മൊത്തം തള്ളിപ്പോകുന്നു. എന്നുവെച്ചാൽ ഒരു ഡേറ്റ് നിശ്ചയിച്ച് ഒരുത്തൻ്റെ ഭാര്യനെ മറ്റൊരുത്തൻ കൊണ്ടുപോവുക, അവൻ്റെ ഭാര്യനെ ഇവനും കൊണ്ടുപോവുക. യൂറോപ്പിലൊക്കെ പണ്ട് ക്ലബ്ബുകളിലും പബ്ബുകളിലും ഒക്കെ അങ്ങനെ ഉണ്ടായി വരുന്നത്രേ. കാറിൻ്റെ ചാവി നറുക്കെടുത്തിട്ട് ആ കിട്ടുന്ന ചാവിയായിട്ട് ചെല്ലുക, അതിലുള്ള ഓളയും കൊണ്ട് കാറേറ്റ് പോവുക എന്നൊക്കെ ഉള്ളൊരു രീതി. വേറെ മാർഗങ്ങളൊക്കെ ഉണ്ട്, അതിൽ വേറെ മാർഗങ്ങളൊക്കെ ഉണ്ട്. നമ്മളാരും പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് അവനത് വിസ്തരിക്കേണ്ടതില്ലല്ലോ. നമ്മുടെ കേരളത്തിലും അത് വരിക. ഒരാളും രണ്ടാളും അല്ല, 10,000 ആളുകൾ. ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് എന്ന് കുത്തക പത്രങ്ങൾ പരസ്യം ചെയ്യുക. ഇതിലൂടെ അവരുടെ മറ്റ് വ്യക്തിപരമായ മോഹങ്ങളൊക്കെ തീർക്കുക. അതിൻ്റെ അനന്തരഫലം എന്ത്? പലരും ആലോചിക്കണില്ല. ഗർഭകാലത്താണ് ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടേണ്ടത്, ഭർത്താവിൻ്റെ സാന്നിധ്യം ആവശ്യമായി വരുന്നത്. ലിവിങ് ടുഗദറുകാരന് ഗർഭമായി കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ വേണ്ടെന്ന് വെച്ച് പോകാൻ പറ്റും. അവൾ മാത്രം ഇത് സംരക്ഷിക്കണം. പ്രസവ സമയത്ത് പുറമെ ആള് നിന്നിട്ടുള്ള ആ ഒരു കരുതൽ അകത്ത്, ലേബർ റൂമിൻ്റെ അകത്ത് കിടക്കുന്ന സ്ത്രീക്ക് നൽകുന്ന ധൈര്യമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത് ഇടക്കിടക്ക് അവളുടെ ഉമ്മ പോയിട്ട്, അല്ലെങ്കിൽ അമ്മ പോയിട്ട്, ജ്യേഷ്ഠത്തി പോയിട്ട്, ജ്യേഷ്ഠൻ്റെ ഭാര്യ പോയിട്ട് വെള്ളം കൊടുക്കാനൊക്കെ ഇങ്ങനെ ചെല്ലണ സമയത്ത് അവൾക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അനുഭവിച്ച നമ്മുടെ സ്ത്രീജനങ്ങളോട് ചോദിക്കണം. ലിവിങ് ടുഗദറിൽ ഗർഭിണിയായൊരു പെണ്ണിന് ഇതൊരിക്കലും അനുഭവിക്കാൻ കഴിയില്ല. അവൾ ആരുടേതുമല്ല, ആരും അവളുടേതുമല്ല. പ്രസവം, കുട്ടിയെ വളർത്തൽ, അനുബന്ധമായ കുറേ ചെലവുകൾ, കുറേ അധ്വാനങ്ങൾ, ഇതൊക്കെ സ്വന്തം നടത്തേണ്ടി വരുന്നു. ലിവിങ് ടുഗദറുകാരന് ഗർഭമായി എന്നറിയുന്നതോടുകൂടെ ഉപേക്ഷിച്ചു പോകുന്നതിനൊരു തടസ്സമില്ല. അവന് വേറൊരു പെണ്ണിനെ കിട്ടും. ഇതിൻ്റെ ഭാഗമാണ് 27% ലണ്ടനിലെ ആധുനിക അമ്മമാർക്ക് അവരുടെ കുട്ടിയുടെ അച്ഛൻ ആരാന്നറിയില്ല എന്നുള്ള കണക്ക് പുറത്തു വരുന്നത്. ഇത് കണ്ടുപിടിച്ച അമേരിക്കയിൽ 4,80,00,000 ജാരസന്താനങ്ങൾ ഉണ്ടെന്ന് കണക്ക് ഫാദർലെസ് അമേരിക്ക പോലെയുള്ള പുസ്തകങ്ങളിൽ വരുന്നത്.
4,80,00,000 ജാരസന്താനങ്ങൾ. ഏകദേശം 40 കോടി ജനങ്ങളുള്ള നാടാണ്. ഇന്ത്യയുടെ മാതിരി 150 കോടിയൊന്നുമില്ല. അതിൽ 4,80,00,000 ജാരസന്താനങ്ങൾ. സ്കൂൾ കാലത്ത് ശരിക്കും LP കഴിയുന്നോടം മുതൽ തന്നെ ഗർഭിണികളായി പ്രസവിക്കുന്ന കുട്ടികളുണ്ട് അവിടെ. ക്യാമ്പസിന്റെ ചുമരിന്റെ പുറത്തേക്ക് കുഞ്ഞിനിട്ടിട്ട് അകത്ത് പോയിട്ട് വാഷ് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട് അവിടെ, പെൺകുട്ടികളുണ്ട് അവിടെ. അതെന്നെ ആലോചിച്ച് നോക്കൂ. ഔദ്യോഗികമായ വിവാഹം നടന്നാൽ ആ സ്ത്രീക്ക് കിട്ടുന്ന പരിചരണവും കരുതലും എത്രയായിരിക്കും. കല്യാണം കഴിഞ്ഞ് 2 മാസം ആകുമ്പോഴേക്കും ഇങ്ങനെ ബന്ധുക്കൾ ചോദിക്കൽ തുടങ്ങും, വിശേഷമൊന്നുമില്ലേ, വിശേഷം ആയോ എന്ന്. എങ്ങാനൊന്നും ആയിന്ന് റിപ്പോർട്ട് വന്നാൽ പിന്നെ അവിടെ സന്തോഷത്തിന്റെ പൂത്തിരികത്തും. ഉമ്മന്റെ ഫോണൊന്നും നിൽക്കൂല. അനുജത്തിമാർക്ക്, ജ്യേഷ്ഠത്തിമാർക്ക്, ബന്ധുക്കൾക്ക്, അമ്മായിമാർക്കും ഒക്കെ കോൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ കുഞ്ഞാളില്ലേ വിശേഷം അയക്കണ് ഇതുവരെ കേട്ടോ എന്ന് പറഞ്ഞിട്ട്. ഈ പിന്തുണ ഈ കള്ളഗർഭത്തിൽ എങ്ങനെ കിട്ടാനാണ്? ചാടിപ്പോയിട്ട് ഏതെങ്കിലും ഒരുത്തനെ താൽക്കാലികമായിട്ട് വരിച്ച് ഏതെങ്കിലും അമ്പലത്തിലൊക്കെ പോയിട്ട് താലിമാലയൊക്കെ ധരിച്ചിട്ട് വേഷവും മാറി ആരാലും സ്നേഹിക്കപ്പെടാതെ വെറുക്കപ്പെട്ട് നടക്കുന്നവർക്കൊക്കെ എങ്ങനെ അത് കിട്ടാനാണ്?